ഇത് GMCയുടെ ഹമ്മർ EV 2010 വാഹന വിപണി വിട്ടുപോയതിനു ശേഷം വലിയൊരു കംബാക്ക് നടത്തിയിരിക്കുകയാണ്. ഫ്രണ്ട് നോക്കുന്ന സമയത്ത് DRL യൂണിറ്റ് ആണ്. അതിനകത്ത് ഹമ്മർ എന്ന് പറഞ്ഞ ലെറ്ററിംഗ് കാണാം, കെട്ടി വലിക്കാനുള്ള ഫെസിലിറ്റി കാണാം, ക്യാമറ കാണാം, 18 ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ആസീവായിട്ടുള്ള ഒരു ഫ്രണ്ട് ഭാഗം അല്ലേ. അപ്പോൾ തന്നെ 3 വിൻഷീൽഡ് വൈപ്പർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. കാരണം വലുതാണ് വണ്ടി. 5 മീറ്റർ ലെങ്ത് ഉള്ള വാഹനമാണ്. അതുപോലെ തന്നെ 406 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിനകത്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. 22 ഇഞ്ചിന്റെ ഒരു വീലാണ്. നല്ല രസമല്ലേ. 4170 കിലോഗ്രാമാണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ്. ആ വെയിറ്റ് ഈ സസ്പെൻഷൻ എടുത്ത് പൊക്കുമ്പോഴാണ്. ഇതാണ് റിയർ പ്രൊഫൈൽ. ഇവിടെ ഗ്ലാസ് ഉണ്ട്. ഇത് ക്ലോസ് ആക്കാം, ഓപ്പൺ ആക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്പെയർ വീല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ടെയിൽ ലാമ്പും ഒരു H ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത്. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഇന്റീരിയർ ആണ്. എന്നാൽ ഏറെക്കുറെ ഓഫ് റോഡിന് തത്തുല്യമാണെന്ന് പറയാം. ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ഒക്കെ സീറ്റുകൾ വെന്റിലേറ്റഡ് ആണ്. ഫ്രണ്ട് സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. സ്റ്റിയറിംഗ് വീല് വേണം. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ സെൻട്രൽ ടണലും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ ഇന്റീരിയർ അല്ലേ. ഇനി റിയർ സീറ്റ് നോക്കിയാൽ നൈസ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ടെക്നിക്കൽ ടേംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1000 HP-യും 15000 Nm ടോർക്കുമാണ്. 200 kWh ഒരു ബാറ്ററിയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അത് ഒറ്റ ചാർജിൽ ഏകദേശം 530 കിലോമീറ്റർ ദൂരം നമുക്ക് സഞ്ചരിക്കാം. ഇനി 4770 കിലോഗ്രാമുള്ള ഈ ഒരു വാഹനം ഉണ്ടല്ലോ, 0 to 100 ടച്ച് ചെയ്യാൻ വെറും 3.5 സെക്കൻഡ് മാത്രം മതി എന്നുള്ളതാണ്.